ഘടകകക്ഷികൾക്കിടയിലെ കടുത്ത ഭിന്നതകൾക്കിടെ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ. ഡീൽ ആരോപണത്തിൽ CPIM പ്രതിഷേധം അറിയിക്കും. യോഗം ബഹിഷ്കരിക്കാനാണ് DMKയുടെ തീരുമാനം. അതേസമയം 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. സുജിത് ചന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുജിത്ത്, DMK, CPIM ഒപ്പം JMM ഈ 3 പാർട്ടികളും ശക്തമായ പ്രതിഷേധം അറിയിച്ച് നിൽക്കുകയാണ്. DMK ഏതാണ്ട് ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ആ പഴയ രൂപത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ തുടരുന്നു. ഇതിനിടെ മറ്റു ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. TVKയെ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിലേക്ക് ക്ഷണിച്ചേക്കുമോ എന്നുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. ഒപ്പം മമതാ ബാനർജിയുടെ ആവശ്യമാണ് ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള കാര്യങ്ങൾ വരുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ? ഹർഷൻ, എത്രത്തോളം പാർട്ടികൾ ആരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും, ആരൊക്കെ ഏതൊക്കെ നിലപാടുകൾ സ്വീകരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് നിശ്ചയമായും പറയാം. 5 സംസ്ഥാനങ്ങളിലെ തോൽവിക്ക് ശേഷം ആദ്യമായി ചേരുന്ന യോഗമാണ്. അതിൽ ഹർഷൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരുപിടി പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി നേരത്തെ വിട്ടുപിരിഞ്ഞു പോയതാണ്, അവർ പങ്കെടുക്കില്ല. DMK സഖ്യം കോൺഗ്രസ് തമിഴ്നാട്ടിൽ പുറകിൽ നിന്ന് സഖ്യത്തിൽ കോൺഗ്രസ് പുറകിൽ നിന്ന് കുത്തി എന്നാരോപിച്ച് ഇന്ത്യ സഖ്യം വിടുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMK ഇതിൽ പങ്കെടുക്കുന്നില്ല. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ജാർഖണ്ഡ് മുക്തി മോർച്ച അവരുമായി ആലോചിക്കാതെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ അവർക്ക് അതൃപ്തിയുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രാധാന്യം. CPIM ഈ യോഗത്തിൽ അവരുടെ ശക്തമായ വിയോജിപ്പ് അറിയിക്കാൻ പോവുകയാണ്. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയും അതേപോലെ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന് BJP CPIM ഡീൽ ആരോപിച്ചതും എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതും CPIMനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതാണോ മുന്നണി മര്യാദ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. ഏതായാലും MA ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, ഒരു പ്രതിഷേധ സൂചകം എന്ന് തന്നെ പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് MP യോഗത്തിൽ പങ്കെടുക്കാൻ CPIM ചുമതലപ്പെടുത്തിയത്. ഈ വിഷയം നിലപാട് വ്യക്തമാക്കണം, എന്താണ് ഈ വിഷയത്തിലെ നിലപാടെന്ന് ജോൺ ബ്രിട്ടാസ് ഈ യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യും. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ JMM അവരുടെ ശക്തമായ വിയോജിപ്പ് അറിയിക്കും. VCK പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാരണം DMK പങ്കെടുക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ VCK പങ്കെടുക്കില്ല എന്നാണ് അറിയുന്നത്. 23 കക്ഷികൾ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. ധാരാളം കക്ഷികൾ ഇന്ത്യ സഖ്യത്തിലുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ളത്. പക്ഷേ അതിൽ എത്ര പേരാണ് ഈ 23-ൽ ഉൾപ്പെട്ടത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ യോഗം തുടങ്ങിക്കഴിഞ്ഞാലേ മനസ്സിലാവൂ. എന്നാലും ഏകദേശം പങ്കെടുക്കാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്. മമതാ ബാനർജി ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. മമതാ ബാനർജിയുടെ ആവശ്യപ്രകാരമാണ് പ്രധാനമായും ഈ യോഗം നടക്കുന്നത്. ഒപ്പം ധർമ്മേന്ദ്ര പ്രധാനെതിരെ വലിയ സമരം കോക്രോച്ച് ജനതാ പാർട്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഈ യോഗം വിലയിരുത്തും. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, ശരത് പവാർ വിഭാഗം NCP, അതേപോലെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന പങ്കെടുക്കും. CPIM ഉപാധികളോടെ, അതായത് ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നില്ല, ബ്രിട്ടാസിനെ പങ്കെടുപ്പിക്കുന്നു. CPI പങ്കെടുക്കും. CPI-ML ലിബറേഷൻ, ഒപ്പം മുസ്ലിം ലീഗ്, കേരളത്തിൽ നിന്ന് RSP, ഒപ്പം ഫോർവേഡ് ബ്ലോക്ക് പങ്കെടുക്കും. ജാർഖണ്ഡ് മുക്തി മോർച്ച അവരുടെ വിയോജിപ്പ് അറിയിക്കും. കേരള കോൺഗ്രസ് M-ഉം J-യും, PDP ജമ്മു കശ്മീരിലെ നാഷണൽ കോൺഫറൻസ്, VCK പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഒപ്പം വൈക്കോയുടെ MDMK, അൻപുമണി രാംദാസിൻ്റെ പട്ടാളി മക്കൾ കക്ഷി എന്നടക്കം കക്ഷികൾ പങ്കെടുക്കും. പിന്നെയും 5-6 ചെറുകക്ഷികൾ ഇന്ത്യ സഖ്യത്തിലുണ്ട്. ഇവർ ചിലരൊക്കെ പങ്കെടുക്കുമെന്നും ചിലരൊക്കെ യോജിപ്പുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ പൊതുവെയുള്ള നിലപാടുകളോട്, പക്ഷേ പങ്കെടുക്കാൻ അസൗകര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 23 കോൺഗ്രസ് പറയുന്ന നമ്പർ. അത് ആരൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ ഏതായാലും വ്യക്തമല്ല. ഏതായാലും ആരൊക്കെ പങ്കെടുക്കും, നേരത്തെ പറഞ്ഞ പോലെ പങ്കെടുക്കുന്ന കക്ഷികൾ എടുക്കുന്ന നിലപാട് എന്നിവ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ, ഭാവിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ 11 മണിക്ക് ചേരാനിരിക്കുന്ന യോഗം നിർണായകമാണ്. ഹർഷൻ. സുജിത് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.